नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 65. പൗണ്ഡ്രക മോക്ഷവും കാശിരാജവധവും. പേജ് നമ്പർ 644. ആ സമയത്ത് കൃഷ്ണൻ രാജകീയ സഭാമണ്ഡപത്തിൽ ചതുരംഗം കളിക്കുകയായിരുന്നു. ദ്വാരകാവാസികൾ ഒന്നടങ്കം അവിടെയെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ത്രൈലോക്യനാഥ, അഗ്നിമയനായ ഒരു മഹാസുരൻ ദ്വാരക മുഴുവൻ എരിച്ചു ചാമ്പലാക്കാൻ എത്തിയിരിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചാലും. നഗരം മുഴുവൻ നശിപ്പിക്കാനെത്തിയ അസുരനിൽ നിന്നു തങ്ങളെ രക്ഷിക്കണമെന്ന് ദ്വാരകാവാസികളെല്ലാം വീണ്ടും ഭഗവാനോടപേക്ഷിച്ചു. അഗ്നിമയനായ അസുരന്റെ സാന്നിധ്യത്തിൽ ദ്വാരകയിലെ ജനത മുഴുവനും ആകുലമനസ്കരാണെന്നു ഭക്തവത്സലനായ ഭഗവാൻ കൃഷ്ണനു മനസ്സിലായി. ഉടനെ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട, നാം നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം. പരമപുരുഷനായ കൃഷ്ണൻ സർവവ്യാപിയാണ്. അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം ബാഹ്യലോകത്തുമുണ്ട്. അഗ്നിമയനായ ഈ അസുരൻ ശിവന്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ട നടപടി സ്വീകരിക്കാൻ അദ്ദേഹം സുദർശന ചക്രത്തോടു കൽപ്പിച്ചു. സൂര്യകോടി പ്രഭനായി സുദർശനം പ്രത്യക്ഷപ്പെട്ടു. പ്രളയാഗ്നിക്കു തുല്യമായിരുന്നു അതിൻ്റെ താപനില. സ്വന്തം ദീപ്തിപൂരം കൊണ്ടുതന്നെ സുദർശന ചക്രം ഭൗമോപരിതലവും ബാഹ്യാകാശവുമുൾപ്പെടെ പ്രപഞ്ചം മുഴുവനും പ്രകാശമാനമാക്കി. തുടർന്നു സുദർശന ചക്രം ശിവൻ സൃഷ്ടിച്ച അഗ്നിമയനായ അസുരനെ തണുപ്പുകൊണ്ടു മരവിപ്പിക്കാൻ തുടങ്ങി. ഇപ്രകാരം സുദർശന ചക്രം ആ അസുരനെ നിയന്ത്രണാധീനനാക്കി. ഇങ്ങനെ ദ്വാരകയെ സംഹരിക്കാനുള്ള ഉദ്യമത്തിൽ പരാജിതനായതോടെ അയാൾ പിന്തിരിഞ്ഞു. ദ്വാരക ചുട്ടുചാമ്പലാക്കുന്നതിൽ പരാജയപ്പെട്ട അസുരൻ കാശി രാജാവിൻ്റെ രാജ്യമായ വാരാണസിയിലേക്കു മടങ്ങി. അയാൾ മടങ്ങിയെത്തിയതിൻ്റെ ഫലമായി ഭീഷണകലയുടെ മന്ത്രം ഉപദേശിച്ച പുരോഹിതന്മാർ തങ്ങളെ അതിനു നിയോഗിച്ച സുദക്ഷിണനോടൊപ്പം അഗ്നിമയനായ അസുരന്റെ കണ്ണഞ്ചിക്കുന്ന ദീപ്തിധോരണിയിൽ ദഹിച്ചു ചാമ്പലായി തീർന്നു. തന്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മന്ത്രവാദ കലയുടെ സമ്പ്രദായമനുസരിച്ച് ശത്രുനിധനത്തിൽ മന്ത്രം പരാജയപ്പെടുമ്പോൾ അതിനു മറ്റു ആരെയെങ്കിലും വധിച്ചേ തീരൂ എന്നു നിർബന്ധമുള്ളതുകൊണ്ട്
അതിൻ്റെ ആദിമ സൃഷ്ടാവിനെ അതു വധിക്കും. ഇവിടെ ആദിമ സൃഷ്ടാവ് സുദക്ഷിണനാണ്. പുരോഹിതന്മാർ അയാളെ സഹായിക്കുകയും ചെയ്തു. അതിനാൽ അവരെ മുഴുവൻ എരിച്ചു ചാമ്പലാക്കി. ഇതാണ് അസുരന്മാരുടെ രീതി. ദൈവത്തെ വധിക്കാൻ അവർ ചിലതൊക്കെ സൃഷ്ടിക്കുന്നു. അതേ ആയുധം കൊണ്ടു തന്നെ അവർ വധിക്കപ്പെടുകയും ചെയ്യുന്നു. അഗ്നിമയനായ അസുരനു പിറകെ സുദർശന ചക്രവും വാരാണസിയിൽ പ്രവേശിച്ചു. വാരാണസി നഗരം വളരെ കാലം സമൃദ്ധവും ഗംഭീരവുമായിരുന്നു. ഇപ്പോഴും വാരാണസി ഐശ്വര്യപൂർണവും പ്രസിദ്ധവുമാണ്. ഭാരതത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണത്. അനേകം കൊട്ടാരങ്ങളും സമ്മേളന മന്ദിരങ്ങളും സ്മാരകങ്ങളും അവിടെയുണ്ടായിരുന്നു. ഓരോ ചത്വരങ്ങളിലും പ്രസംഗ മണ്ഡപങ്ങളുണ്ടായിരുന്നു. ഭണ്ഡാരപ്പുര, ആനപ്പന്തി, കുതിരപ്പന്തി, രഥങ്ങൾ, പത്തായപ്പുരകൾ, ഊട്ടുപുരകൾ എന്നിവയും അവിടെ നിരന്നു കാണപ്പെട്ടിരുന്നു. ദീർഘകാലം ഇത്തരം ഭൗതിക സമൃദ്ധികളുടെ ഭണ്ഡാഗാരമായിരുന്നു വാരാണസി. എന്നാൽ കാശി രാജാവും പുത്രൻ സുദക്ഷിണനും ഭഗവാൻ കൃഷ്ണന്റെ വിരോധികളായിരുന്നതിനാൽ വിഷ്ണു ചക്രമായ സുദർശനം ഈ സുപ്രധാന കേന്ദ്രങ്ങളെയെല്ലാം ചുട്ടുകരിച്ച് സർവനാശം വിതച്ചു. ഈ ആക്രമണം ആധുനിക ബോംബാക്രമണത്തെക്കാൾ വിനാശകരമായിരുന്നു. തൻ്റെ കൃത്യം നിർവഹിച്ച ശേഷം സുദർശന ചക്രം ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് തിരിച്ചെത്തുകയും ചെയ്തു. കൃഷ്ണന്റെ ചക്രായുധമായ സുദർശനം വാരാണസിക്ക് വരുത്തിവച്ച സർവനാശത്തിൻ്റെ കഥ അതീന്ദ്രിയവും മംഗളദായകവുമാണ്. ഈ കഥ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തരാകും. ഇക്കഥ പരീക്ഷിത്തു മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ച് ശുകദേവ ഗോസ്വാമി നൽകുന്ന ഉറപ്പാണിത്. ഇപ്രകാരം കൃഷ്ണൻ എന്ന കഥയിലെ പൗണ്ഡ്രക മോക്ഷവും കാശിരാജവധവും എന്ന 65-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.